ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5 ബേസിക് സയൻസ് ആണ് കേട്ടോ. അതിൽ പാർട്ട് 1 ഫസ്റ്റ് ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. പുതിയ ബുക്കൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ പുതിയ ബുക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എന്താണ് നമുക്ക് ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഫസ്റ്റ് ചാപ്റ്റർ? ദ ചെയിൻ ഓഫ് ലൈഫ് ആണ് അല്ലേ? എന്താണ് ദ ചെയിൻ ഓഫ് ലൈഫ്? ലൈഫിൻ്റെ ഓരോ എന്താണ് ചെയിൻ പോലെയുള്ളത് അല്ലേ? എന്താണ് ഒറ്റയ്ക്കല്ല ഒരു ജീവിതം എന്നുള്ളൊരു ഇതാണ് വരുന്നത് അല്ലേ? എന്താണ് പരസ്പരം ആശ്രയിച്ചാണ് എന്ത് നമ്മൾ കഴിയുന്നത് അല്ലേ? ഇപ്പം നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണേ നമ്മൾ ഭൂമിയിൽ നിന്ന് എടുക്കുന്നത് അല്ലേ? അതുപോലെ ഓരോ പക്ഷികൾ, അതായത് സസ്യത്തിൽ നിന്ന് സസ്യം കഴിക്കുന്ന ഒരുപാട് ജീവികളുണ്ട് അല്ലേ? അപ്പോൾ ആ സസ്യം കഴിക്കുന്ന ജീവികളെ കഴിക്കുന്ന കുറേ ജീവികൾ വേറെയുണ്ട് അല്ലേ? അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എന്താണ് പ്ലാന്റ്സിനെ കഴിക്കുന്നത് എന്തൊക്കെയാണ്? പശു, ആട്, അതൊക്കെ എന്താണ് പ്ലാന്റ്സിനെ കഴിക്കും അല്ലേ? ഇനി പശുവിനെയും ആടിനെയും കഴിക്കുന്ന ജീവികളില്ലേ? അതുപോലെ ആ കഴിക്കുന്ന ജീവികളെയും കഴിക്കുന്ന ജീവികളുണ്ട് അല്ലേ? അതാണ് ഇതിവിടെ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് നോക്കാം നമുക്ക്. അതിൻ്റെ ഒരു ഫുഡ് ചെയിനാണ്, ഫുഡ് വെബാണ് ഇവിടെ പറയുന്നത്. ഒബ്സർവ് ദ പിക്ചർ. ഈ ചിത്രം നോക്കൂ. വിച്ച് ബേർഡ് ഈസ് ഇൻ ദ പിക്ചർ? ഏത് ബേർഡാണിത്? കിങ് ഫിഷർ ആണ് അല്ലേ? വാട്ട് ഈസ് ഇറ്റ്സ് മെയിൻ ഫുഡ്? ഇതിൻ്റെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ മെയിൻ ഫുഡ്? ഫിഷുകളാണ് അല്ലേ? സ്മോൾ ഫിഷസ് ആണ് അല്ലേ? പിന്നെ വേർ ഈസ് ദിസ് ബേർഡ് യൂഷ്വലി സീൻ? സാധാരണ ഇത് എവിടെയാണ് കാണുക? അതായത് എന്താണ് ഈ ജലാശയങ്ങളുള്ളിടത്ത് അല്ലെ? വെള്ളം ഉള്ള, അതായത് പുഴ, തോട്, അരുവി, അതിനൊക്കെ അടുത്തായിട്ടാണ് എന്ത് എത്തുന്നത് ഈ കിങ് ഫിഷറിനെ നമ്മൾ കാണാറുള്ളത് അല്ലേ? ദെൻ വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദാറ്റ്? എന്താ അതിന് കാരണം? അതിൻ്റെ ഭക്ഷണം എന്താണ്? മീനുകളാണ് അല്ലേ? അപ്പോൾ അത് കിട്ടുന്നിടത്താണ് ഇത് നിൽക്കുക. ദ കിങ് ഫിഷർ ലീവ്സ് ഇൻ ബുറോസ് ഓൺ റിവർ ബാങ്ക്സ് ഓർ നിയർ പോൺസ്. കിങ് ഫിഷർ ജീവിക്കുന്ന എവിടെയാണ്? ഈ റിവർ ബാങ്കിൻ്റെ അടുത്ത് അല്ലെങ്കിൽ പോൺസിൻ്റെ അടുത്തുള്ള മാളങ്ങളിലാണ് ഇത് താമസിക്കുക. ദേ മോസ്റ്റ്ലി ചൂസ് പ്ലേസസ് നിയർ വാട്ടർ സോഴ്സസ് വെർ ദേ ക്യാൻ ഫിഷ് അല്ലേ? ഫിഷ് ഉള്ള സ്ഥലത്ത് ഉള്ള വാട്ടർ സോഴ്സിലാണ് എന്ത് സാധാരണയായിട്ട് അത് നിൽക്കാൻ വേണ്ടി താമസ സ്ഥലം ഒരുക്കുക. ദർ ആർ മെനി ക്രീച്ചേഴ്സ് അറൌണ്ട് അസ് ഹു ഈറ്റ് വേരിയസ് കൈൻഡ്സ് ഓഫ് ഫുഡ്. ഒരുപാട് ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ? ഒരുപാട് ജീവികൾ എന്താണ് നമുക്ക് ചുറ്റുമുണ്ട്. പല ഫുഡുകളും കഴിക്കുന്ന പല ജീവികളും നമുക്ക് ചുറ്റുമുണ്ട്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ദാറ്റ് ദേ ഈറ്റ്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ദാറ്റ് ദേ ഈറ്റ്? എന്തൊക്കെ പലതരം ഫുഡുകളാണ് അവർ കഴിക്കുന്നത്? വാട്ട് ഇസ് ദ മെയിൻ ഫുഡ് ഓഫ് ഗോട്ട്? ഗോട്ടിന്റെ മെയിൻ ഫുഡ് എന്താണ്? പ്ലാന്റ്സ്, ലീവ്സ്, അതൊക്കെയാണ് അല്ലേ? വിച്ച് അതർ ക്രീച്ചേഴ്സ് ഫീഡ് ഓൺ പാർട്സ് ഓഫ് പ്ലാന്റ്സ്? വിച്ച് അതർ ക്രീച്ചേഴ്സ് ഫീഡ് ഓൺ പാർട്സ് ഓഫ് പ്ലാന്റ്സ്? അതുപോലെ ഏതൊക്കെ ക്രീച്ചേഴ്സ്, ജീവികൾ ഈ പ്ലാന്റ്സിന്റെ പാർട്സ് കഴിക്കും? ഫൈൻഡ് ആൻഡ് റൈറ്റ് കണ്ടുപിടിച്ച് എഴുതാനാ. ഡീർ അല്ലേ? ഡീർ കഴിക്കും, റാബിറ്റ് കഴിക്കും, കൗ കഴിക്കും, ഗോട്ട് കഴിക്കും അല്ലേ? എന്തൊക്കെയാണുള്ളത് നിങ്ങൾ എഴുതാം. ദെൻ ഫുഡ് ആൻഡ് ഹാബിറ്റാറ്റ്. ഈ ഫുഡ് ആൻഡ് ഹാബിറ്റാറ്റ് ആണ് പറയുന്നത്. ഒബ്സർവ് ദ പിക്ചർ. ഈ ചിത്രം നോക്കൂ. കണ്ടോ എന്തൊക്കെ ജീവികളാണ് ഈ ചിത്രത്തിലുള്ളത്? ഇവിടെ എന്താണ്? ക്രോ ഉണ്ട്, ക്രെയിൻ ഉണ്ട്, സ്നേക്ക് ഉണ്ട്, ഫ്രോഗ് ഉണ്ട്, ടോർട്ടോയ്സ് ഉണ്ട് അല്ലേ? ഇതൊക്കെ ഉണ്ട് അല്ലേ? നോക്കൂ. റൈറ്റ് ഡൗൺ ഫിഷ് ഉണ്ട് അല്ലേ? റൈറ്റ് ഡൗൺ ദ ക്രീച്ചേഴ്സ് സീൻ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ കാണുന്ന ക്രീച്ചേഴ്സ് ഏതൊക്കെയാണ്, ജീവികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദീസ് ക്രീച്ചേഴ്സ് ഫീഡ് ഓൺ പ്ലാന്റ്സ്? ഇതിൽ ഏതൊക്കെ ക്രീച്ചറാണ് പ്ലാന്റ്സ് കഴിക്കുന്നത്? സ്മോൾ ഫിഷസ് എന്താണ് ഈ പ്ലാന്റ്സ് കഴിക്കും അല്ലേ? അതുപോലെ ഏതൊക്കെയാണ് ഈ പ്ലാന്റ്സ് കഴിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എഴുതാം. ദെൻ വിച്ച് ക്രീച്ചർ ഫീഡ് ഓൺ സ്മോൾ ഫിഷസ്? ഏതൊക്കെ ജീവികളാണ് സ്മോൾ ഫിഷസിനെ കഴിക്കുന്നത്? ക്രെയിൻ കഴിക്കും, ക്രോ കഴിക്കും അല്ലേ? സ്നേക്ക് കഴിക്കും. ഇതൊക്കെ എന്താണ് സ്മോൾ ഫിഷസിനെ കഴിക്കും അല്ലേ? എവറി ക്രീച്ചർ ഇൻ ദ പിക്ചർ ഫീഡ്സ് ഓൺ സം അതർ ഓർഗാനിസംസ് അല്ലേ? എന്താണ് ഈ പിക്ചറിലുള്ള എല്ലാ ടൈപ്പ് ക്രീച്ചേഴ്സും എന്താണ് വേറൊരു ഓർഗാനിസത്തിനെ കഴിക്കുന്നതാണ് അല്ലേ? എല്ലാ ജീവികളും എന്താ വേറെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വേറെ എന്തെങ്കിലും കഴിക്കുന്നതാണ് അല്ലേ? സ്മോൾ ഫിഷസ് ഫീഡ് ഓൺ പ്ലാന്റ്സ്. സ്മോൾ ഫിഷസ് ചെറുമീനുകൾ എന്താണ് പ്ലാന്റ്സിനെ കഴിക്കുകയാണ് അല്ലേ? ലാർജ് ഫിഷസ് ഫീഡ് ഓൺ സ്മോൾ ഫിഷസ് അല്ലേ? വലിയ ഫിഷ് എന്താക്കും? വലിയ മീനുകളൊക്കെ ചെറിയ മീനുകളെ കഴിക്കും അല്ലേ? ക്രെയിൻസ് ഫീഡ് ഓൺ ഫിഷസ്. ക്രെയിൻസ് അല്ലേ? കൊക്ക് കഴിക്കുന്ന മീനിനെ കഴിക്കും. കംപ്ലീറ്റ് ഇല്ലുസ്ട്രേഷൻ ബൈ ആഡിങ് അതർ ക്രീച്ചേഴ്സ് ഇൻ ദ ഫീൽഡ്. എന്താണ് നിങ്ങൾ എന്താക്കുക? താഴെ തന്നിരിക്കുന്ന ഈ ഇതുണ്ടല്ലോ അതെന്താക്കുക? നിങ്ങൾ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലാന്റ്സിനെ കഴിക്കുന്ന എന്താ? സ്മോൾ ഫിഷ് കഴിക്കും അല്ലേ? പിന്നെ വേം കഴിക്കും. പിന്നെ എന്താ കഴിക്കുന്നത്? വേറെന്താ കഴിക്കുന്നത്? ഈ ചിത്രത്തിൽ നോക്കൂ. പ്ലാന്റ്സിനെ കഴിക്കുന്നത് ഒച്ച് അല്ലേ, അത് കഴിക്കും അല്ലേ. എന്താണ്
ഒച്ചിനെന്താ പറയാ? സ്നെയിൽ എന്ന് പറയാം അല്ലേ. ഇനി സ്മോൾ ഫിഷിനെ കഴിക്കുന്ന എന്താ? ലാർജ് ഫിഷും ഫ്രോഗും സ്മോൾ ഫിഷിനെ കഴിക്കും അല്ലേ. അതുപോലെ ലാർജ് ഫിഷിനെയും ഫ്രോഗിനെയും കഴിക്കുന്നത് ക്രെയിൻ കഴിക്കും. ഓക്കെ. ഇനി വേമിനെ കഴിക്കുന്ന ഏതാണ്? എന്താണ്? ഫ്രോഗ് കഴിക്കും. പിന്നെയോ ഫിഷ് കഴിക്കും. അതൊക്കെ കഴിക്കും അല്ലേ. ഏതാച്ചാൽ നിങ്ങൾക്ക് എഴുതാം. ലിങ്ക്ഡ് ടുഗദർ. ഇനി ലിങ്ക് ചെയ്യുന്നതാണ്. ഡീർ, റാബിറ്റ് ആൻഡ് ഗ്രാസ് ഹോപ്പർ ആർ പ്ലാന്റ്സ് ഈറ്റിംഗ് ക്രീച്ചർ അല്ലേ. എന്താണ്? ഡീറും റാബിറ്റും ഗ്രാസ് ഹോപ്പറൊക്കെ എന്താണ്? പ്ലാന്റ് കഴിക്കുന്ന ക്രീച്ചറാണ് അല്ലേ. ഭക്ഷണം എന്താണ്? പ്ലാന്റ് തിന്നുന്ന ജീവികളാണ്. കംപ്ലീറ്റ് ദ ഫുഡ് റിലേഷൻഷിപ്പ് ബൈ ആഡിങ് അതർ ക്രീച്ചേഴ്സ് ദാറ്റ് ഫീഡ് ഓൺ ദം. ഇത് ഈ ഫുഡ് എന്താണ് റിലേഷൻഷിപ്പ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരെ കഴിക്കുന്നത് ആരൊക്കെയാണ്? പ്ലാന്റ് ഡീർ കഴിക്കും. ഡീറിനെ ആര് കഴിക്കും? ടൈഗർ കഴിക്കും അല്ലേ. ഇനി റാബിറ്റ്, പ്ലാന്റിനെ റാബിറ്റ് കഴിക്കും. റാബിറ്റിന് എന്താണ്? ഫോക്സ് കഴിക്കും അല്ലേ. ഡീറിന് നമുക്ക് ലയണും ഇവിടെ എഴുതാം കേട്ടോ. ലയൺ എഴുതാം, ടൈഗർ എഴുതാം, ഒക്കെ എഴുതാം അല്ലേ. പിന്നെ റാബിറ്റിന് അതേപോലെ തന്നെ അങ്ങനെ എഴുതാം. ഓക്കെ. ഇനി റാബിറ്റിനെ ഫോക്സ് കഴിക്കും. ഈ ഗ്രാസ് ഹോപ്പറിനെ കഴിക്കുന്ന ഏതാ? ഫ്രോഗ് കഴിക്കും അല്ലേ. അപ്പം ഇതാണ് എന്നത്. ഇനി പ്രസന്റ് ദ കംപ്ലീറ്റഡ് ഫുഡ് റിലേഷൻഷിപ്പ് ഇൻ ദ ക്ലാസ്. ഇതെന്താണ്? ഇത് നിങ്ങൾ ക്ലാസ് പ്രസന്റ് ചെയ്യുക. എക്സ്പ്ലെയിൻ ദ ഫുഡ് റിലേഷൻഷിപ്പ് ബൈ ആഡിങ് മോർ ഓർഗാനിസംസ് ആൻഡ് ഇലിസ്ട്രേറ്റ് ഇൻ ദ സയൻസ് ഡയറി. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ലിവിംഗ് ബീങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. ഈ ജീവജാലങ്ങൾ എന്താണ്? എല്ലാം എന്താണ്? വേറൊന്നിനെ ആശ്രയിച്ചാണ് അല്ലെ. ഫുഡിനെ വേറെ ഒന്നിനെ ആശ്രയിക്കുന്നത്. ദിസ് ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഈസ് ദ ഫുഡ് വെബ്. ഈ ഇന്റർ റിലേഷൻഷിപ്പാണ്, അവരുടെ ഇടയിലുള്ള ഈ ഇന്റർ റിലേഷൻഷിപ്പാണ് എന്ത്? ഫുഡ് വെബ് എന്ന് പറയുന്നത്. മനസ്സിലായല്ല? ഈ എല്ലാ ജീവജാലങ്ങളും എന്താണ്? ഫുഡിന് വേണ്ടി വേറൊന്നിനെ ആശ്രയിക്കുന്നുണ്ട്. ഈ ഇന്റർ റിലേഷൻഷിപ്പാണ് അല്ലെ ഫുഡ് വെബ് എന്ന് പറയുന്നത്. അവരുടെ ഇടയിലുള്ള ഈ ഇന്റർ റിലേഷൻഷിപ്പാണ് എന്ത്? ഫുഡ് വെബ് എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ എന്താണ്? ഇവിടെ പ്ലാന്റ് അല്ലെ. പ്ലാന്റിന് എന്താണ്? ഡീറും കൗവും കഴിക്കും അല്ലെ. ഡീറിനെയും കൗവിനെയും ആരാ കഴിക്കുന്നത്? ടൈഗർ കഴിക്കും അല്ലെ. അതുപോലെ എന്താണ്? ഈ പ്ലാന്റിനെ കൗ കഴിക്കുന്നുണ്ട്, ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നുണ്ട്, റാറ്റ് കഴിക്കുന്നുണ്ട്, ഡീർ കഴിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ ഈ ഗ്രാസ് ഹോപ്പറിനെ ഈ ബേർഡ് കഴിക്കുന്നുണ്ട്, മങ്കി കഴിക്കുന്നുണ്ട് അല്ലേ. ഈ മങ്കീനെ ആരാ കഴിക്കുന്നത്? ടൈഗർ കഴിക്കുന്നുണ്ട്. അതുപോലെ ഈ ബേർഡിനെ ഫോക്സ് കഴിക്കും, ഫോക്സിനെ വൾച്ചർ കഴിക്കും അല്ലേ. റാറ്റിനെയോ ക്യാറ്റ് കഴിക്കും, ക്യാറ്റിനെ ടൈഗർ കഴിക്കും. ഈ ഡീറിനെ ടൈഗർ കഴിക്കും. അതുപോലെ ഈ ടൈഗറിനെ വൾച്ചർ കഴിക്കും. അപ്പോൾ ഈ വൾച്ചറാണ് എന്ത്? ലാസ്റ്റ് അല്ലേ. വൾച്ചറിനെ ഇതാക്കാനില്ല. അപ്പം ഈ ജീവജാലങ്ങളെയൊക്കെ ലാസ്റ്റ് കണ്ണി ഏതാണ്? വൾച്ചർ അല്ലേ. ദെൻ ഈ കൗവിനെ കഴിക്കുന്നുണ്ട്, ഫോക്സിനെ, അതുപോലെ ടൈഗറിനെയൊക്കെ വൾച്ചറാണ് കഴിക്കുന്നത്. ദെൻ കോ എക്സിസ്റ്റൻസ് അറ്റ് ദ സീ. ഈ സീലും ഉണ്ട് അതുപോലെയുള്ളത് എന്താണ്? കടലിലും ഉണ്ട്. ഹാവ് യു സീൻ ദ വേരിയസ് ഫുഡ് റിലേഷൻഷിപ്സ് ഓൺ ലാൻഡ്. അപ്പോൾ എന്താണ്? ലാൻഡിലുള്ള ഒരുപാട് ഫുഡ് റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടു അല്ലേ. ഇൻ ദിസ് വേ. അതുപോലെ സീ ഓൾസോ ഹാസ് ദ വേരിയസ് ഫുഡ് റിലേഷൻഷിപ്സ്. എന്താണ്? ഈ സീലും ഉണ്ട് എന്ത്? കടലിലും ഉണ്ട് എന്ത്? ഇതുപോലെ വേരിയസ് ഫുഡ് റിലേഷൻഷിപ്പ്. ഷാർക്കാണ് അല്ലേ. സർഡൈൻ, സ്മോൾ ഫിഷസ് അല്ലേ. സർഡൈൻ എന്ന് പറഞ്ഞാൽ എന്താ? മത്തി അല്ലേ. ഇത് സ്മോൾ ഫിഷ്. പിന്നെ അതുപോലെ ഇതെന്താ? സീ ടർട്ടിലാണ്, പ്ലാങ്ക്ടോൺ ആണ് ഇത് കേട്ടോ. സം സീ ക്രീച്ചേഴ്സ് ആർ ഷോൺ ഇൻ ദ പിക്ചർ. എന്താണ്? ചില സീ ക്രീച്ചേഴ്സ് എന്താണ്? കടലിലുള്ള ജീവജാലങ്ങളാണ് എന്ത്? ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ലുക്ക് അറ്റ് ദ ഇൻഫോർമേഷൻ ഇൻ ദ ടേബിൾ ബിലോ ആൻഡ് ഡ്രോ എ ഫുഡ് വെബ് ദാറ്റ് ഇൻക്ലൂഡ്സ് ദീസ് ഓർഗാനിസംസ്. ഈ ഇൻഫോർമേഷൻ, ടേബിളിലുള്ള ഇൻഫോർമേഷൻ വെച്ച് നിങ്ങൾ എന്താക്കുക? ഒരു ഫുഡ് വെബ് ഇതാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓർഗാനിസം നോക്കൂ. ഷാർക്ക് കഴിക്കുന്ന ഫുഡ് എന്തൊക്കെയാണ്? ഫുഡ് സ്കിഡ് കഴിക്കുന്നുണ്ട്, ഫിഷസ് കഴിക്കുന്നുണ്ട്, സീ ടർട്ടിലിനെയൊക്കെ എന്താണ്? ഷാർക്ക് കഴിക്കുന്നുണ്ട് അല്ലേ. ഈ സർഡൈൻ കഴിക്കുന്നത് എന്താണ്? സ്മോൾ ഫിഷസിനെയും പ്ലാങ്ക്ടോണെയാണ് എന്ത്? ഈ സർഡൈൻ കഴിക്കുന്നത്, മത്തി അല്ലേ. സീ ടർട്ടിൽ കഴിക്കുന്നത് എന്തൊക്കെയാണ്? പ്ലാൻ പാർട്സും ഫിഷസിനെയൊക്കെ സീ ടർട്ടിൽ കഴിക്കുന്നുണ്ട് അല്ലേ. ഇനി സ്മോൾ ഫിഷസ് കഴിക്കുന്നത് എന്താണ്? പ്ലാങ്ക്ടോൺ കഴിക്കുന്നുണ്ട് അല്ലേ. ഈ പ്ലാങ്ക്ടോൺ ആർ സ്മോൾ പ്ലാന്റ് ദാറ്റ് ഫ്ലോ ഫ്രീലി ഇൻ വാട്ടർ ബോഡീസ്. ഈ പ്ലാങ്ക്ടോൺ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയൊരു പ്ലാന്റ്സ് ആണ് അല്ലെ. ചെറിയൊരു എന്താണ്? പ്ലാന്റ് ആണ്. അതെന്താണ്? ഇങ്ങനെ ഫ്രീ ആയിട്ട് വാട്ടർ ബോഡീസിൽ ഇങ്ങനെ ഒഴുകും. ദേ ആർ ദ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഹാബിറ്റാറ്റ് സിസ്റ്റം ഓഫ് ദ ഓഷ്യൻ. ഇതാണ് എന്ത്? ഓഷ്യനിലുള്ള ഹാബിറ്റാറ്റ് സിസ്റ്റത്തിലുള്ള പ്രൊഡ്യൂസേഴ്സ്. മനസ്സിലായല്ലോ. ഈ പ്ലാന്റ് എന്താണ്? വാട്ടറിലൂടെ ഒഴുകി നടക്കുന്ന ഒരു പ്ലാന്റ്സ് ആണ്, ചെറിയൊരു പ്ലാന്റ്സ് ആണ്. ഇതാണ് എന്ത്? ഈ സീയിലുള്ള ഓഷ്യനിലുള്ള ഹാബിറ്റാറ്റ് സിസ്റ്റത്തിന്റെ പ്രൊഡ്യൂസേഴ്സ്. ഓക്കെ, പ്ലാന്റ് എന്ന് പറയുന്നത്. ഇനി സോ മെനി ഫുഡ് റിലേഷൻഷിപ്സ്, ഒരുപാട് ഫുഡ് റിലേഷൻഷിപ്സ് ഉണ്ട് അല്ലേ. നോക്കാം നമുക്ക്. ഒബ്സർവ് എ ട്രീ ഇൻ യുവർ സറൗണ്ടിങ്സ്. നോക്കൂ, നിങ്ങളെ വീട്ടിലുള്ള അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റത്തിലുള്ള ഒരു മരം നിങ്ങൾ എന്താക്കുക?
ഒബ്സർവ് ചെയ്യുക. കണ്ടിന്യൂസ്ലി ഫോർ എ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസം നിങ്ങൾ എന്താ കണ്ടിന്യൂസ് ആയിട്ട് എന്താക്കുക, അതൊന്ന് ഒബ്സർവ് ചെയ്യുക. ഡ്രോ എ ഫുഡ് വെബ് ഇൻ യുവർ സയൻസ് ഡയറി ദാറ്റ് ഇൻക്ലൂഡ് ദ ഓർഗാനിസംസ് യു ഒബ്സർവ്ഡ്. നിങ്ങൾ ഒബ്സർവ് ചെയ്ത് ഓർഗാനിസംസ് ഒക്കെ ഉൾപ്പെടുത്തി നിങ്ങൾ എന്താക്കുക, ഫുഡ് വെബ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഫോർ സർവൈവൽ നോക്കാം. ഒബ്സർവ് ദ പിക്ചർ, ഈ ചിത്രം നോക്കൂ. ഡിഡ് യു സീ ദ ഫിഷ് ഇൻ ദ പൂൾ? ഈ ഫിഷിനെ നിങ്ങളുണ്ടോ, പൂളിലുള്ള ഈ ഫിഷിനെ നിങ്ങൾ കണ്ടോ? വാട്ട് കമ്പോണൻസ് ഡസ് ദ ഫിഷ് നീഡ് ടു സർവൈവ്? എന്തൊക്കെ കമ്പോണൻസ് ആണ്, എന്തൊക്കെ ഘടകങ്ങളാണ് ഈ ഫിഷിന് ജീവിക്കാൻ ആവശ്യമായത്? സൺലൈറ്റ് വേണം, അക്വാട്ടിക് പ്ലാന്റ്സ് വേണം അല്ലേ. അക്വാട്ടിക് പ്ലാന്റ്സ് പറഞ്ഞാൽ ജലത്തിലുള്ള സസ്യങ്ങൾ അല്ലേ, വെള്ളത്തിലുള്ള എന്താണ് പ്ലാന്റ്സുകളാണ് അല്ലേ അക്വാട്ടിക് പ്ലാന്റ്സ്. അത് വേണം ഒക്കെ എന്താണ് ഈ ഫിഷ് നിലനിൽക്കാൻ ആവശ്യം അല്ലേ, ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ്. ഡോണ്ട് യു തിങ്ക് അതർ ഓർഗാനിസംസ് ഇൻ ദ പോണ്ട് ഓൾസോ നീഡ് ദീസ് കമ്പോണൻസ് ടു സർവൈവ്? അതുപോലെ തന്നെ പോണ്ടിലുള്ള എല്ലാ ജീവികൾക്കും നിലനിൽക്കാൻ ഇതൊക്കെ ആവശ്യമില്ലേ? കാറ്റഗറൈസ് ആൻഡ് ലിസ്റ്റ് ദ കമ്പോണൻസ് ഓഫ് ദ പോണ്ട്. എന്താണ് ഈ പോണ്ടിലുള്ള കമ്പോണൻസ് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും എന്തൊക്കെയാന്നുള്ളത് എഴുതുക. അതായത് കുളത്തിലെ ഘടകങ്ങൾ തരംതിരിച്ച് എഴുതുക. അതായത് ജീവനുള്ളതും ജീവനില്ലാത്തതും എന്തൊക്കെയാണെന്നുള്ളതൊക്കെ എഴുതുകയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദ ഹാബിറ്റാറ്റ്, ഇനി എന്താണ്? എ പാഡി ഫീൽഡ് ഈസ് ആൻ എൻവയോൺമെന്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ കമ്പോണൻസ് നെസസറി ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് വേരിയസ് ഓർഗാനിസംസ് അല്ലേ. അപ്പാർട്ട് ഫ്രം ഫിഷ് ഇറ്റ് ഓൾസോ ഹാബിറ്റാറ്റ് ടു മെനി അതർ ക്രീച്ചേഴ്സ്. എന്താണ് പാഡി ഫീൽഡ്? വയൽ അല്ലേ. വയലിൽ എന്താണ് ഒരുപാട് എന്താണ് വേരിയസ് ഓർഗാനിസത്തിന് നിൽക്കാനുള്ള ആവശ്യമായുള്ള സാധനങ്ങൾ ഈ പാഡി ഫീൽഡിലുണ്ട് അല്ലേ. ഫിഷിന് കൂടാതെ എന്താ ഫിഷും ഉണ്ട്, അതുപോലെ ഒരുപാട് ജീവികൾക്ക് എന്താണ് അത് ഹാബിറ്റാറ്റ് ആണ് അല്ലേ, അവിടെ നിന്ന് ജീവിക്കാനുള്ള വേരിയസ് കമ്പോണൻസ് ഉണ്ട്. ആർ ദർ എനി അതർ ഹാബിറ്റാറ്റ് ലൈക്ക് ദിസ് അറൗണ്ട് us? ഇതുപോലെ വേറെ എന്തൊക്കെ ഹാബിറ്റാറ്റ്സ്, വേറെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഈ ഹാബിറ്റാറ്റ്സ് ഉള്ളത്? ഒബ്സർവ് ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിലെ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഒന്ന് സെർച്ച് ചെയ്യുക, ഒന്ന് ഒബ്സർവ് ചെയ്യുക. The biodiversity garden is a habitat to many creatures. Which are they? എന്താണ്? The biodiversity garden is a habitat to many creatures. ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ എന്താണ്? പല ജീവികൾക്കും ഹാബിറ്റാറ്റ് ആണ് അല്ലേ, അവിടെ നിലനിൽക്കാൻ ആവശ്യമാണ്. പല ജീവികളുടെയും എന്താണ് ഹാബിറ്റാറ്റ് ആണ് എന്ത് ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ അല്ലേ. വാട്ട് ആർ ദ ഫേവറബിൾ കണ്ടീഷൻ ഫോർ ദ പ്രസൻസ് ഓഫ് വേരിയസ് ഓർഗാനിസംസ് ഫൗണ്ട് ഇൻ ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ? എന്തൊക്കെ ഫേവറബിൾ കണ്ടീഷനാണ് ഈ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ നിങ്ങൾ കണ്ടത്? വേരിയസ് ഓർഗാനിസത്തിനുള്ള ഹാബിറ്റ്, അവർ നിൽക്കാനുള്ള ആ ഇതുണ്ടല്ലോ ഒരു ആവാസം, അത് എന്തൊക്കെ കണ്ടീഷനാണ്, ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു ഈ ജീവികളുടെ നിലനിൽപ്പിന് ആവശ്യമായ എന്തൊക്കെ അനുകൂലമായ കണ്ടീഷൻസ് ആണ് അവിടെ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിലുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒബ്സർവ് ആൻഡ് പ്രിപ്പയർ നോട്ട്. എന്താണ് നോക്കിയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് നോട്ട് തയ്യാറാക്കുക. എന്തൊക്കെയാണ് ഒബ്സർവേഷൻ നോട്ടിൽ വേണ്ടത്? വാട്ട് ആർ ദ ഐറ്റംസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഒബ്സർവേഷൻ നോട്ടിൽ? എയിം ഓഫ് ഒബ്സർവേഷൻ എന്താണ്? ഒബ്സർവേഷൻ്റെ ലക്ഷ്യം വേണം. മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ ഈ റിക്വയർഡ് എന്തൊക്കെയാണ് മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ അത് എഴുതുക, അത് വേണം. പിന്നെ കണ്ടീഷൻസ് ഓഫ് ഒബ്സർവേഷൻ എന്താണ്? ഒബ്സർവേഷൻ്റെ കണ്ടീഷന് എവിടെ, വേർ, ഹൗ, വെൻ, എവിടെയാണെന്നും എങ്ങനെയാണെന്നും എപ്പോഴാണെന്നൊക്കെ എഴുതുക. പിന്നെ ഫൈൻഡിങ്സ് നിങ്ങളെ കണ്ടുപിടുത്തം എന്താണെന്ന് എഴുതുക. പിന്നെ കൺക്ലൂഷനും കൊടുക്കുക. ഓക്കെ, ദെൻ പ്രസന്റ് എ റോൾ പ്ലേ in your class involving living and non-living things in a biodiversity garden. എന്താണ് ഈ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിലുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതും ഉൾപ്പെടുത്തി ഒരു റോൾ പ്ലേ പ്രസന്റ് ചെയ്യാനാണ് ക്ലാസ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ലിവിങ് തിങ്സ് ക്യാൻ എക്സിസ്റ്റ് ഓൺലി ബൈ ഡിപ്പെൻഡിങ് ഓൺ നോൺ ലിവിങ് തിങ്സ്. എന്താണ് ഈ ലിവിങ് തിങ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? എന്താണ്? ജീവനില്ലാത്തവയെ ആശ്രയിച്ചാണ് എന്ത് ജീവനുള്ളവ നിലനിൽക്കുന്നത് അല്ലേ. നോൺ ലിവിങ് തിങ്സിനെ ആശ്രയിച്ചാണ്, ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ഈ ലിവിങ് തിങ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് അഗ്രി ചെയ്യുന്നുണ്ടോ? വൈ, എന്തുകൊണ്ടാണ് അഗ്രി ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാത്തതെന്ന് ചോദിച്ചത്. എവറി ലിവിങ് തിങ് ഹാസ് എ സൂട്ടബിൾ ഹാബിറ്റാറ്റ് അല്ലേ. എല്ലാ ജീവജാലങ്ങൾക്കും എന്താ അതിനെ പറ്റിയ ഒരു ഹാബിറ്റാറ്റ് ഉണ്ട് അല്ലേ. ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞൊരു ആവാസം. ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഡിസ്കസ് ചെയ്യുക. ക്യാൻ യു സജസ്റ്റ് എ സൂട്ടബിൾ ഡെഫിനിഷൻ ഫോർ ഹാബിറ്റാറ്റ്? നിങ്ങൾക്ക് എന്താണ് സൂട്ടബിൾ ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ ഹാബിറ്റാറ്റിനെ കുറിച്ചിട്ട് ഒരു സൂട്ടബിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ സജസ്റ്റ് ചെയ്യാം. ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ് ആൻഡ് ഫൈൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റാറ്റ്സ്. എന്താണ് നിങ്ങളുടെ സറൗണ്ടിങ്സ് ചുറ്റുപാട് ഒന്ന് നിരീക്ഷിച്ചിട്ട് എന്താക്കുക, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റാറ്റ്സ് കണ്ടുപിടിക്കുക. ഒബ്സർവ് ദ ഫിഗർ 1.6. വാട്ട് ആർ ദ ഹാബിറ്റാറ്റ്സ് ഷോൺ ഹിയർ? നോക്കൂ,
എന്തൊക്കെ ഹാബിറ്റാറ്റ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്? ഇവിടെ ഗ്രാസ് ലാൻഡ് ഉണ്ട്, ഡെസേർട്ട് ഉണ്ട്, പിന്നെന്താണ് റിവർ അല്ലേ, പിന്നെ മഞ്ഞിൻ്റെ ഇതുണ്ട് അല്ലേ. ഇതൊക്കെ എന്താണ്? ഈ ഹാബിറ്റാറ്റ് ആണ് അല്ലേ, ഓരോ ജീവികളുടെയും ഹാബിറ്റാറ്റ് ആണ് അല്ലേ, പല ജീവികളുടെയും ഹാബിറ്റാറ്റ് ആണ്. ഇനി ഫുഡ് കാർഡ് നോക്കൂ. ദ ഫുഡ് കാർഡ് ഓഫ് 2 creatures ആർ ഷോൺ ഇൻ ദ പിക്ചർ. എന്താണ്? 2 ജീവികളുടെ ഫുഡ് കാർഡാണ് ഇവിടെ തന്നിരിക്കുന്നത്. ക്രീച്ചർ ഏതാ? ക്രോന്റെ ഫുഡ് എന്തൊക്കെയാ? സ്മോൾ ക്രീച്ചേഴ്സ്, ഫ്രൂട്ട്സ്, ഗ്രെയിൻസ്, ഫുഡ് വേസ്റ്റ്, റിമെയിൻസ് ഓഫ് ഡെഡ് ഓർഗാൻസ്. ഇതൊക്കെ എന്താ? ക്രോന്റെ എന്താണ്? ഫുഡാണ് അല്ലേ. അതായത് സ്മോൾ ജീവികൾ, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ ഗ്രെയിൻസ്, ധാന്യങ്ങൾ, ഫുഡിൻ്റെ വേസ്റ്റ്, പിന്നെ എന്താണ്? ഡെഡ് ഓർഗാൻസിൻ്റെ ഇതൊക്കെ എന്താണ്? കാക്ക തിന്നുന്നതാണ് അല്ലേ. ഇനി ക്രീച്ചർ ഏതാണ്? ഗോട്ട്, ആട് അല്ലേ. ഫുഡ് എന്തൊക്കെയാണ്? ഗ്രാസ്, ലീവ്സ്, ഗ്രെയിൻസ് ഒക്കെ ഈ ഗോട്ട് കഴിക്കും. ഇൻ ദിസ് വേ പ്രിപ്പയർ ദ ഫുഡ് കാർഡ് ഓഫ് 2 other creatures. ഈ ഇതിൽ എന്താണ്? നിങ്ങൾക്ക് 2 other creatureന്റെ ഫുഡ് കാർഡ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് ഇതാക്കാം അല്ലേ, നമുക്ക് എന്താക്കാം? ഒന്നെങ്കിൽ ഡീർ കൊടുക്കുക, അല്ലെങ്കിൽ കൗ അല്ലേ, പിന്നെ ലയണ്, ടൈഗർ, എന്ത് വേണമെങ്കിലും എഴുതാം. അതിൻ്റെയൊക്കെ ഫുഡ് നമുക്ക് അറിയുന്നതല്ലേ, അതൊക്കെ എഴുതാം അല്ലേ. കൗവിൻ്റെ എന്താണ്? ഗ്രാസ്, പിന്നെന്താണ്? ഗ്രെയിൻസ്, ലീവ്സ് ഒക്കെ എഴുതാം. പിന്നെ ടൈഗറിൻ്റെ എന്തൊക്കെ എഴുതാം? ഫുഡ് ആനിമൽസ്, സ്മോൾ ആനിമൽസ്, പിന്നെ സ്മോൾ ആനിമൽസും ലാർജ് ആനിമൽസും ഒക്കെ പറ്റും അല്ലേ, ഒക്കെ എഴുതാം. ഓക്കെ. ദെൻ വാട്ട് ഹാപ്പൻസ് ഇഫ് ദ നമ്പേഴ്സ് ഗോ അപ്പ് ഓർ ഡൗൺ? എന്ത് ആണ് സംഭവിക്കുക? ഇവരെ നമ്പറുകൾ, അതായത് എണ്ണം കൂടിയാൽ എന്താ സംഭവിക്കുക? എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? എക്സാമിൻ ദ ഫുഡ് വെബ്. ഈ ഫുഡ് വെബ് നോക്കൂ, കണ്ടോ? പ്ലാന്റ്സ് കഴിക്കുന്നത് എന്തൊക്കെയാണ്? ദ ഗ്രാസ് ഹോപ്പർ, പിന്നെ യാക്ക്, പിന്നെ ഡീർ അല്ലേ. ഇവരൊക്കെ കഴിക്കുന്നത് ഗ്രാസ് ഹോപ്പറിനെ ക്രോ കഴിക്കും. പിന്നെ കോക്കിനെ എന്താണ്? ക്രോ അല്ല, കോക്ക് കേട്ടോ. കോക്കിനെയോ എന്താണ്? ഫോക്സ് കഴിക്കും. ഫോക്സിനെ ടൈഗർ അല്ലേ. ഇതിനും ടൈഗർ, അതുപോലെ ഇതിനും ടൈഗറാണ് അല്ലേ. ഡിയറിന് എന്താണ്? ടൈഗർ കഴിക്കും അല്ലേ. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ടൈഗേഴ്സ് ഡിസപ്പിയർ ഫ്രം ദിസ് ഹാബിറ്റാറ്റ്? ഈ ഹാബിറ്റാറ്റിൽ നിന്ന് ടൈഗർ ഇല്ലാതായാൽ എന്താ സംഭവിക്കുക? ഇവരുടെയൊക്കെ എണ്ണം വർദ്ധിക്കും അല്ലേ. ഈ ഫോക്സിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കും, ഡിയറിൻ്റെ എണ്ണം വർദ്ധിക്കും, ഇതിൻ്റെയൊക്കെ എണ്ണം വർദ്ധിക്കും അല്ലേ. വിച്ച് ഓർഗാനിസം വിൽ ഇൻക്രീസ് ഇൻ നമ്പർ? ഏതൊക്കെ ഓർഗാനിസംസ് ആണ് കൂടുതലാവുക? വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ഡിയർ പോപ്പുലേഷൻ ഇൻക്രീസസ്? ഈ ഡിയർ പോപ്പുലേഷൻ, ഡിയറിൻ്റെ എണ്ണം വർദ്ധിച്ചാൽ എന്താ സംഭവിക്കുക? പിന്നെ സസ്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ. അത് കുറേ ഉണ്ടെങ്കിൽ അതിങ്ങൾക്കെ തിന്നാൻ വേണ്ടി വരും അല്ലേ. സസ്യങ്ങളൊക്കെ ഇല്ലാതാവും. വൈ ടൈഗർ കൺസർവേഷൻ? എന്തുകൊണ്ടാണ് ടൈഗറിനെ നമ്മൾ സംരക്ഷിക്കുന്നത്? എന്തുകൊണ്ടാണ് ടൈഗറിനെ നമ്മൾ സംരക്ഷിക്കുന്നത്? ടൈഗർ ഈസ് വൺ അമംഗ്സ് ദ ഹയസ്റ്റ് ലിങ്ക് ഇൻ ദ ഫുഡ് വെബ് അല്ലേ. ഫുഡ് വെബിലുള്ള ഹയസ്റ്റ് ലിങ്കിൻ്റെ ഉള്ള ഒരു കണ്ണിയാണ് എന്ത്? ടൈഗർ അല്ലേ. ഓർഗാനിസം ഇൻ ഈച്ച് ലിങ്ക് പ്ലേ എ കീ റോൾ ഇൻ മെയിൻറ്റെയിനിങ് ഹെൽത്തി നമ്പേഴ്സ് ഓഫ് ഹെർബിവേഴ്സ് ആൻഡ് കാർണിവേഴ്സ് ഇൻ ആൻ എക്കോസിസ്റ്റം. ഈ എക്കോസിസ്റ്റത്തിൽ കാർണിവേഴ്സിൻ്റെയും ഹെർബിവേഴ്സും, കാർണിവേഴ്സ് ഹെർബിവേഴ്സ് പറഞ്ഞാൽ പ്ലാന്റ്സ് കഴിക്കുന്നതും അതുപോലെ മാംസം കഴിക്കുന്നതും അല്ലേ. അതിൻ്റെയൊക്കെ എന്താണ്? എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ എന്താണ്? ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് എന്താണ്? പങ്കുണ്ട് അല്ലേ. If one organisms in the lower link of the food web disappear, they may be replaced by other organisms that perform the same function അല്ലേ. എന്താണ്? ഈ ലോവർ ലിങ്കിലുള്ള ഒരു ഓർഗാനിസം ഡിസപ്പിയർ ആയാൽ, ഇല്ലാതായാൽ എന്താണ്? അതിനെ റീപ്ലേസ് ചെയ്യാൻ വേറെയും ജീവികളുണ്ട് അല്ലേ. അതേ ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ ഒരുപാട് ജീവികളുണ്ട്. ഇഫ് ദർ ആർ നോ അതർ ക്രീച്ചർ ലൈക്ക് ദ ടൈഗർ, ദർ ആർ നോ വൺ ടു പെർഫോം ഇറ്റ്സ് ഫംഗ്ഷൻ. എന്താണ്? അതായത് ടൈഗറിനെ പോലെയുള്ള ക്രീച്ചേഴ്സ് ഇല്ലാതായാൽ എന്താണ്? ഇതിന്റെ ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ ഒന്നും ഉണ്ടാവില്ല അല്ലെ. ദർഫോർ കൺസർവേഷൻ ഓഫ് ഹൈ റാങ്കിങ് ഓർഗാനിസം ലൈക്ക് ദ ടൈഗർ ഈസ് എ പ്രയോറിറ്റി. ബൈ കൺസർവിങ് ടൈഗേഴ്സ് എ ലാർജ് ഹാബിറ്റാറ്റ് ഈസ് ബീയിങ് കൺസേർവ്ഡ്. എന്താണ്? ഈ കടുവയെ പോലെയുള്ള ജീവികൾ ഇല്ലാതായാൽ എന്താണ്? പകരം ആ ധർമ്മം നിർവഹിക്കാൻ എന്താണ്? മറ്റു ജീവികൾ അധികമില്ല അല്ലെ. അതിനാൽ എന്താണ്? കടുവയെ പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കടുവയെ സംരക്ഷിക്കുന്ന വഴി എന്താണ്? നമുക്ക് വലിയൊരു ഹാബിറ്റാറ്റ് അല്ലെ, ലാർജ് ഹാബിറ്റാറ്റ് എന്താണ്? ആവാസ വ്യവസ്ഥയെ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നുണ്ട് നമ്മളല്ലേ, ബീയിങ് കൺസേർവ്ഡ്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ഈ കടുവയെ സംരക്ഷിക്കണം. കാരണം എന്താണ്? അതായത് സ്മോൾ ലോവർ ലിങ്കിലുള്ള
ഫുഡ് വെബിലുള്ള ലോവർ ലിങ്കിലുള്ളത് ഓർഗാനിസംസ് ഡിസപ്പിയർ ആയാലും അതിനെ റീപ്ലേസ് ചെയ്യാൻ മറ്റേതുണ്ട്. അതായത് ഇപ്പോൾ പശു ഇല്ലാതായ ആടുണ്ടാവും, ആടില്ലാതായാൽ ഡീറുണ്ട്, അതൊക്കെ ഉണ്ട് അല്ലേ. പക്ഷേ ഈ കടുവ പോലെയുള്ള അങ്ങനത്തെ ജീവികൾ ഇല്ലാതായാൽ എന്താണ് ആവാസ വ്യവസ്ഥയെ തന്നെ, അതായത് ഈ ഹാബിറ്റാറ്റിനെ തന്നെ എന്താണ് നമുക്ക് സംരക്ഷിക്കാൻ കഴിയില്ല അല്ലേ. അപ്പോൾ എന്താണ് കടുവയെ പോലെയുള്ളവരെ സംരക്ഷിച്ചാലേ എന്താക്കുള്ളൂ, നമുക്ക് എന്ത് വരുള്ളൂ, കടുവയെ പോലുള്ള ആ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അല്ലേ. കടുവയെ സംരക്ഷിക്കുന്നത് വഴി എന്താണ് വലിയൊരു ഹാബിറ്റാറ്റിനെ മുഴുവനായിട്ട് നമ്മൾ സംരക്ഷിക്കപ്പെടുകയാണ് അല്ലേ. മനസ്സിലായല്ലോ എന്താന്നുള്ളത്. ദെൻ അടുത്തത് ദ ഇൻവേഡേഴ്സ്. എന്താണ് ഇൻവേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ മുഷി എന്ന് പറയും അല്ലേ. എന്താണ് ആഫ്രിക്കൻ മുഷി? ദ ആഫ്രിക്കൻ കാറ്റ്ഫിഷ് ഈസ് എ ഇൻവേഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അധിനിവേശക്കാർ അല്ലേ. ദ ആഫ്രിക്കൻ കാറ്റ്ഫിഷ് എന്താണ് ആഫ്രിക്കൻ കാറ്റ്ഫിഷ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ മുഷി എന്ന് പറയും അല്ലേ. ഇസ് എ ഫിഷ് ഫൗണ്ട് ഇൻ ദ ആഫ്രിക്കൻ കോണ്ടിനെന്റ്. ഇത് കാണുന്നുണ്ട് ആഫ്രിക്കൻ കോണ്ടിനെന്റിലാണ് ആഫ്രിക്കൻ കാറ്റ്ഫിഷ് കാണുന്നത്. ദേ ഗ്രോ ആൻഡ് മൾട്ടിപ്ലൈ വെരി ക്വിക്ലി. അത് വേഗം വളരും, കുറേ എണ്ണം ഉണ്ടാവും ചെയ്യും അല്ലേ. വേഗം വളരും ചെയ്യും, കുറേ എണ്ണം ഉണ്ടാവും ചെയ്യും. ദേ ആർ ഫൗണ്ട് ആസ് ആൻ ഇൻവേസീവ് ഫിഷ് ഇൻ സം വാട്ടർ ബോഡീസ് ഇൻ കേരള അല്ലേ. കേരളത്തിലുള്ള വാട്ടർ ബോഡീസിലും ഇതിനെ കാണപ്പെടുന്നുണ്ട്. ദ ആഫ്രിക്കൻ കാറ്റ്ഫിഷ് ഫീഡ്സ് ദ നേറ്റീവ് ഫിഷ് ഇൻ ദ വാട്ടർ ബോഡീസ്. ഈ ആഫ്രിക്കൻ കാറ്റ്ഫിഷ് കഴിക്കുന്ന ഏതാണ് നാടൻ മത്സ്യങ്ങളെയാണ്. വാട്ടർ ബോഡീസിലുള്ള വെള്ളത്തിലുള്ള നാടൻ മത്സ്യങ്ങളെയാണ് ഈ കാറ്റ്ഫിഷ് കഴിക്കുന്നത് അല്ലെ, ആഫ്രിക്കൻ കാറ്റ്ഫിഷ് കഴിക്കുന്നത്. ദ ഓർഗാനിസം ദാറ്റ് ഫീഡ് ഓൺ ആഫ്രിക്കൻ കാറ്റ്ഫിഷ് ആർ നോട്ട് ഫൗണ്ട് ഇൻ അവർ വാട്ടർ ബോഡീസ്. അപ്പൊ എന്താണ് ആഫ്രിക്കൻ ഫിഷിനെ, ഈ കാറ്റ്ഫിഷിനെ വാട്ടർ ബോഡീസിൽ ഈ ആഫ്രിക്കൻ കാറ്റ്ഫിഷിനെ കഴിക്കുന്ന ഒരു ജീവിനെയും നമ്മൾ ഇതിൽ കണ്ടിട്ടില്ല. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഹാബിറ്റാറ്റ് ഇഫ് ആൻ ആഫ്രിക്കൻ കാറ്റ്ഫിഷ് റീച്ചസ് ഇൻ ടു എ ലോക്കൽ പോണ്ട്? നമ്മളെ ലോക്കൽ പോണ്ടിലേക്ക് ആഫ്രിക്കൻ ഫിഷ് വന്നാൽ നമ്മളെ ഹാബിറ്റാറ്റിന് എന്താ സംഭവിക്കുക? മത്സ്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെ, നാടൻ മത്സ്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഫൈൻഡ് ഔട്ട് ഇഫ് യുവർ ലൊക്കാലിറ്റി ഹാസ് എനി ഓഫ് ദിസ് ഇൻവേസീവ് ഓർഗാനിസം. നിങ്ങളെ ലൊക്കാലിറ്റിയിൽ ഇങ്ങനത്തെ ഇൻവേസീവ് ഓർഗാനിസം ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുക. ഐഡന്റിഫൈ ആൻഡ് പ്രസന്റ് വാട്ട് പ്രോബ്ലംസ് ദേ കോസ് ടു അതർ പ്ലാന്റ്സ് ആൻഡ് ക്രീച്ചേഴ്സ്. അവിടെ എന്താക്കുകയാണ് അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബ്ലംസ് മറ്റേ പ്ലാന്റ്സിനും ക്രീച്ചേഴ്സിനും ഒക്കെ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളതും പ്രസന്റ് ചെയ്യുക. ഓക്കെ. വാട്ട് ഓൾ ഇൻഫോർമേഷൻ മസ്റ്റ് ബി കളക്റ്റഡ്. എന്തൊക്കെ ഇൻഫോർമേഷൻ ആണ് കളക്ട് ചെയ്യേണ്ടത്? വാട്ട് ആർ ദ ആനിമൽസ്, ഏതൊക്കെ ആനിമൽസ് ആണ്. വാട്ട് ആർ ദ പ്ലാന്റ്സ്, എന്തൊക്കെ പ്ലാന്റ്സ് എന്ന ജീവികളാണ്. വേർ ഷുഡ് ബി ഇൻഫോർമേഷൻ ബി കളക്റ്റഡ്. എവിടുന്നാണ് നിങ്ങൾ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യേണ്ടത്? ഫ്രം അഡൽട്ട്, വലിയവരിൽ നിന്ന് അല്ലേ. ഫ്രം മീഡിയ, എന്താണ് ന്യൂസ് പേപ്പർ അങ്ങനത്തെ നിന്നൊക്കെ അല്ലേ. ഫ്രം ബുക്സ് ആൻഡ് റെഫറൻസ്, ത്രൂ ഒബ്സർവേഷനിലൂടെ ഒക്കെ എന്താണ് ഒബ്സർവേഷനൊക്കെ ചെയ്തിട്ട്. വാട്ട് ഷുഡ് ദ റിപ്പോർട്ട് കണ്ടെയ്ൻ. ആ റിപ്പോർട്ടിൽ എന്തൊക്കെ ഉണ്ടാവണം? ഒരു ഇൻട്രഡക്ഷൻ ഉണ്ടാവണം, എയിം ഉണ്ടാവണം, മെത്തേഡ് ഓഫ് സ്റ്റഡി ഉണ്ടാവണം, ഡാറ്റ കളക്ഷൻ ഉണ്ടാവണം, അനലൈസിസ് ഉണ്ടാവണം, അനലൈസിസ് ഉണ്ടാവണം, കൺക്ലൂഷൻ ഉണ്ടാവണം, സജഷൻ ഉണ്ടാവണം, അഡീഷണൽ ഇൻഫോർമേഷൻ ഒക്കെ ഉണ്ടാവണം. അങ്ങനെയൊക്കെ കളക്ട് ചെയ്യാണ് വേണ്ട ഡാറ്റാസ്. ഓക്കെ. അപ്പോൾ ഫുഡ് റിലേഷൻഷിപ്സ് നോക്കൂ. ഈ ഫുഡ് റിലേഷൻഷിപ്സ് എന്താണെന്നുള്ളത് ലുക്ക് അറ്റ് ദ ഫുഡ് വെബ്. ഈ ഫുഡ് വെബ് നോക്കൂ അല്ലേ. എന്താണ് ഫുഡ് വെബ്? പ്ലാന്റ്സിനെ കഴിക്കുന്ന വേംസ് കഴിക്കുന്നുണ്ട്, പിന്നെന്താണ് ഇതൊക്കെ കഴിക്കുന്നുണ്ട് അല്ലെ. ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നുണ്ട്, പിന്നെ എന്താ സ്ക്യൂരൽ കഴിക്കുന്നുണ്ട് അല്ലേ. പിന്നെ ഈ വേമിനെ കഴിക്കുന്ന കോക്കിനെ കഴിക്കുന്ന ഫോക്സിനെ വൾച്ചർ. അതുപോലെ ഈ സ്ക്യൂരലിനെ കഴിക്കുന്ന കാറ്റ് കഴിക്കുന്നുണ്ട്, പിന്നെ കാറ്റിനെ വൾച്ചർ അല്ലേ. പിന്നെ ഫ്രോഗ് ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗിനെ സ്നേക്കിന് വൾച്ചർ കഴിക്കുന്നുണ്ട്. അതൊരു ഫുഡ് വെബ് ആണ് അല്ലേ. ദർ ആർ വേരിയസ് ഫുഡ് റിലേഷൻഷിപ്സ് ഇൻ ദ ഒബ്സർവ് പിക്ചർ അല്ലേ. എബോ പിക്ചർ, ഈ പിക്ചറിൽ മുകളിലുള്ള ചിത്രത്തിൽ എന്താ ഒരുപാട് വേരിയസ് ഫുഡ് റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലേ. ദ ഫുഡ് റിലേഷൻസ് ഇൻ എ സിംഗിൾ സീക്വൻസ് ഈസ് ഗിവൺ ബിലോ. സിംഗിൾ സീക്വൻസ് ആയിട്ടുള്ളതാണ് ഫുഡ് റിലേഷൻഷിപ്പ് ഇവിടെ താഴെ തന്നിരിക്കുന്നത് അല്ലേ. എന്താണ് പ്ലാന്റ്, വേം, കോക്ക്, ഫോക്സ്, വൾച്ചർ. അതേപോലെ നമുക്ക് എങ്ങനെ പറയാം? പ്ലാന്റ്, സ്ക്യൂരല്, കാറ്റ്, വൾച്ചർ അല്ലേ. അല്ലെങ്കിൽ പ്ലാന്റ്, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്, വൾച്ചർ അല്ലേ. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് മോർ സച്ച് സീക്വൻസ്. ഓക്കെ. എ സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്സ് ഫ്രം ദ ഫുഡ് വെബ് ഈസ് ദ ഫുഡ് ചെയിൻ. എന്താണ് ഈ സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്പ് ഫ്രം ദ ഫുഡ് വെബ്? ഫുഡ് വെബിലുള്ള സിംഗിൾ സീക്വൻസിന്റെ ഫുഡ് റിലേഷൻഷിപ്പ് ആണ് എന്ത്? ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. കമ്പയർ ദ ഫുഡ് ചെയിൻസ് യു ഹാവ് റിട്ടൺ ആൻഡ് ലിസ്റ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി. അത് ഫുഡ് ചെയിൻ നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഫസ്റ്റ് ലിങ്കിലുള്ള ഗ്രാസ് ഉണ്ട് അല്ലേ. പിന്നെ ലാസ്റ്റ് ലിങ്കിൽ വൾച്ചർ ആണ് അല്ലേ. പിന്നെ ഫസ്റ്റ് ലിങ്കിൽ എന്തൊക്കെ വരും അത് എഴുതാം. പിന്നെ ലാസ്റ്റ് ലിങ്കിൽ നമുക്ക് ടൈഗർ എഴുതാം, പിന്നെന്താണ് ലയൺ എഴുതാം, അങ്ങനത്തെ ഒക്കെ എഴുതാം കേട്ടോ. ദെൻ
ഫ്രം വിച്ച് ഓർഗാനിസം ഡു ഓൾ ഫുഡ് ചെയിൻസ് ബിഗിൻ? ഏത് ഓർഗാനിസംസ് ആണ് ഈ ഫുഡ് ചെയിൻ്റെ ഫസ്റ്റ് തുടക്കത്തിൽ വരുന്നത്? ഏതാണ്? എന്താ കൗ, ഗോട്ട്, ഇതൊക്കെ അല്ലേ, അതായത് സസ്യങ്ങൾ, പ്ലാന്റ്സ് കഴിക്കുന്ന മൃഗങ്ങളാണ് എന്ത് വരുന്നത്? ഓർഗാനിസം എന്ന് പറയുന്നത് ഫസ്റ്റ് ചെയിനിൽ വരുന്നത് അല്ലേ, ഫുഡ് ചെയിൻ്റെ ഫസ്റ്റ് തുടക്കത്തിൽ വരുന്നത്. പ്ലാന്റ്സ് അല്ല, എന്താണ്? ഫ്രം വിച്ച് ഓർഗാനിസംസ് ഡു ഓൾ ഫുഡ് ചെയിൻസ് ബിഗിൻസ്? ഫുഡ് ചെയിൻ തുടങ്ങുന്നതിൽ ഏതൊക്കെയാണ്? ഫുഡ് ചെയിൻ തുടങ്ങുമ്പോൾ പ്ലാന്റ്സുകളാണ് അധികവും വരുന്നത് അല്ലേ, പ്ലാന്റ്സ് അല്ലേ ഫുഡ് ചെയിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. ഡോണ്ട് ദേ ഓൾസോ നീഡ് ഫുഡ് ഫോർ ദെയർ എക്സിസ്റ്റൻസ്? എന്താണ്? ആദിത്യങ്ങൾക്കും വേണ്ടേ ഫുഡ്, കഴിക്കാൻ ഫുഡ് വേണ്ടേ? അവർ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്? അവർക്കും ഫുഡ് വേണം അല്ലേ. വേർ ഡു ദേ ഗെറ്റ് ദെയർ ഫുഡ്? അവർക്ക് എവിടെ നിന്നാണ് ഫുഡ് കിട്ടുന്നത്? അതായത് പ്ലാന്റ്സിന് എവിടെ നിന്നാണ് ഫുഡ് കിട്ടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.